കാലാവസ്ഥ ഉഷാറെന്ന് പറഞ്ഞപ്പോഴാണ് നിയമസഭയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ കടന്നു വന്നപ്പോഴത്തേക്കുമാണ് അവിടെ മൂടിക്കെട്ടിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് നമ്മൾ പ്രതിപക്ഷ നിരയിൽ കണ്ടത്. ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശബരിമല ദർശനം നടത്തി നിൽക്കുന്നു. പുലർച്ചെ 5-ന് നട തുറന്നപ്പോഴാണ് ദർശനം നടത്തിയത്. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ഇന്നലെ രാത്രിയാണ് മല ചവിട്ടിയത്. രാഹുൽ സന്നിധാനത്തെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. രാത്രി തന്നെ മല കയറി പ്രഭാതത്തിൽ ദർശനം നടത്തി മലയിറങ്ങാനായിട്ടുള്ള ഒരുക്കങ്ങളിലാണോ? പൂജകളിലൊക്കെ പങ്കെടുത്തോ രാഹുൽ? ഗുഡ് മോർണിംഗ് സൂജയ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയ്യപ്പ ദർശനം നടത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5-ന് നട തുറന്നപ്പോഴാണ് ദർശനം നടത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പമ്പയിലെത്തി. തന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് പമ്പയിൽ എത്തിയത്. അതിനുശേഷം വാഹനമൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ കൂടി കൂടെ ഉണ്ടായിരുന്നു. പമ്പ ഗണപതി കോവിൽ ക്ഷേത്രത്തിലേക്ക് അവിടെ എത്തിയതിനു ശേഷം കെട്ടുനിറച്ചാണ് മലകയറ്റം ആരംഭിച്ചത്. 10:15 മലകയറ്റം ആരംഭിച്ചു. അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തി. ഇന്നലെ രാത്രി 10 മണിക്ക് നട അടച്ചിരുന്നു അദ്ദേഹം മല ചവിട്ടി തുടങ്ങുമ്പോൾ. പിന്നീട് രാത്രി സന്നിധാനത്ത് വിശ്രമിച്ചതിന് ശേഷം ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ തന്നെ അയ്യപ്പ ദർശനം നടത്തി. ഇപ്പോൾ അദ്ദേഹം മലയിറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദ്ദേഹം തലസ്ഥാനത്തേക്കൊന്നും പോയിരുന്നില്ല. നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന അതാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. നമ്മൾ നേരിട്ട് കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ സ്വകാര്യമായിട്ടുള്ള ചില പരിപാടികൾ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് ആദ്യ ദിവസം നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തിരികെ അടൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നീട് നാം കണ്ടപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് 2 ദിവസത്തേക്ക് ഏതായാലും തലസ്ഥാനത്തേക്ക് പോകുന്നില്ല, ചില സ്വകാര്യ പരിപാടികൾ ഉണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ വൈകിട്ട് അടൂരിൽ നിന്നും പുറപ്പെട്ട് അദ്ദേഹം പമ്പയിലേക്ക് എത്തി. അവിടെ കെട്ടുനിറച്ച ശേഷം മല ചവിട്ടി. ഇപ്പോൾ ഏതായാലും പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ തന്നെ അയ്യപ്പ ദർശനവും നടത്തിയിരിക്കുന്നു. സുജയ. ഓക്കെ, അയ്യപ്പ ദർശനത്തിന് ശേഷം സന്നിധാനത്ത് നിന്ന് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആദ്യ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ പങ്കെടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. പറയാനുള്ളതെല്ലാം തലസ്ഥാനത്ത് വെച്ച് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പാലക്കാട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഈ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കാണുന്നില്ല. ആദ്യം നടത്തിയ 2 വാർത്താ സമ്മേളനങ്ങളൊക്കെ നാം കണ്ടതാണ്. റിപ്പോർട്ടർ TV ആ ഒരു ശബ്ദ രേഖയൊക്കെ പുറത്തുവിട്ടതിന് ശേഷം അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാർന്നൊരു മറുപടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പോയിട്ടില്ല. തലസ്ഥാനത്ത് വെച്ചും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഇക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു മറുപടിയിലേക്ക് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായും ഇന്ന് ഏതായാലും സന്നിധാനത്ത് വെച്ച് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ പാലക്കാട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ചിലപ്പോൾ തലസ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് ഇന്നലെ രാത്രി മല കയറി ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ദർശനമൊക്കെ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മലയിറങ്ങുകയാണ്. മാസപൂജകൾക്കായി നട തുറന്നിരിക്കുകയാണ്. 21-ാം തീയതി വരെ ശബരിമലയിൽ മാസപൂജയ്ക്കായി നട തുറന്നിരിക്കും.